അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ് റൂമിലേക്ക് ഹാർദവമായ സ്വാഗതം. കൂട്ടുകാരെ കണ്ടോ, എന്താ ഇത്? ഓർമ്മയുണ്ടോ? ഹാദിഫിന്റെ ഷജറത്തിന്റെ മുകളിൽ കുടുങ്ങിപ്പോയ ത്വായിറത്തുൽ വറഖിയ. ത്വായിറത്തുൽ വറഖിയ ആരാ എടുത്തു കൊടുത്തത്? ഹാദിഫിന്റെ ത്വായിറത്തുൽ വറഖിയ ഷജറത്തിന്റെ മുകളിൽ കുടുങ്ങിപ്പോയിട്ട് ആരാ എടുത്തു കൊടുത്തത്? സിഞ്ചാബ്. അങ്ങനെ സിഞ്ചാബിനോട് ശുക്രൻ എന്നൊക്കെ പറഞ്ഞ് സിഞ്ചാബിന് കൈയൊക്കെ കൊടുത്ത് സിഞ്ചാബ് അഫ് എന്നൊക്കെ പറഞ്ഞ് എന്താക്കി നിങ്ങള്? സിഞ്ചാബും ഹാദിഫും അവന്റെ ഫ്രണ്ട്സും എല്ലാം കൂടിയും ഹാദിഫിന്റെ വീട്ടിലേക്ക് പോവാം. ഫീ ബൈത്തി ഇലാ ബൈത്തി ഹാദിഫ്. ഹാദിഫിന്റെ ബൈത്തിലേക്ക് ആരൊക്കെയാ പോകുന്നത്? സിഞ്ചാബുണ്ട്, ഹാദിഫുണ്ട്, പിന്നെ വരാറുള്ളേ ഹാദിഫിന്റെ ഫ്രണ്ട് ഉണ്ട്. അവരിങ്ങനെ ത്വായിറത്തുൽ വറഖിയ കിട്ടിയ സന്തോഷത്തില് അതും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇലാ ബൈത്തി ഹാദിഫ്, ഹാദിഫിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ ചെല്ലാം. അവര് വീട്ടിലോട്ട് ഇങ്ങനെ ചെല്ലുമ്പോ വീട്ടിന്റെ മുമ്പ് തന്നെ ഹാദിഫിന്റെ അബു ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്തോ പറഞ്ഞ ഹാദിഫ് അബുവിനോട് എന്തായിരിക്കും പറഞ്ഞേ? നിങ്ങൾ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പം അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പം ഫസ്റ്റ് എന്താ പറയാ? കോളിംഗ് ബെല്ലടിക്കും. ഓക്കെ, പുറത്ത് ആരും ഇല്ലെങ്കിൽ കോളിംഗ് ബെല്ലടിക്കും. എന്നാ പുറത്ത് ആളുണ്ടല്ലോ. ഹാദിഫിന്റെ അബു വീട്ടിന്റെ പുറത്ത് കുർസിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്തോ പറഞ്ഞിട്ടുണ്ട് ഹാദിഫ്. അതിന് ഉപ്പ പറഞ്ഞ മറുപടി എന്താ അറിയോ? അത് നിങ്ങളെ പുസ്തകത്തിൽ കാണാം. വഅലൈക്കും സലാം റഹ്മത്തുള്ളാഹ് എന്നാ പറഞ്ഞത്. എന്താ മറുപടി പറഞ്ഞേ? വഅലൈക്കും സലാം. ഇപ്പൊ എന്തായിരിക്കും ഹാദിഫ് പറഞ്ഞത്? ഓർമ്മിച്ചു? മിടുക്കൻ. അസ്സലാമു അലൈക്കും. എന്താ പറഞ്ഞേ? അസ്സലാമു അലൈക്കും. ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോ നമ്മൾ എന്താ പറയണ്ടേ? ഫസ്റ്റ് അസ്സലാമു അലൈക്കും എന്ന് പറയണം. അത് നമ്മള് മദ്രസയിലേക്ക് ചെല്ലുമ്പോ, ഇനി കുടുംബക്കാരെ വീടായാലും വേറെ നമ്മൾ പരിചയമുള്ള വീട്ടിലൊക്കെ പരിചയമുള്ള കാണുമ്പോ ഒക്കെ ആദ്യം എന്താ പറയേണ്ടത്? അസ്സലാമു അലൈക്കും. എന്താ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ? എന്താ ഇതിന്റെ അർത്ഥം മലയാളത്തില്? നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. അതാ പ്രാർത്ഥനയത്. നമ്മള് ഒരു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എല്ലാരോടും പറയില്ല നമ്മള് അസ്സലാമു അലൈക്കും. അങ്ങനെ മക്കളെ, ഈ ഹാദിഫ് അവന്റെ ത്വായിറത്തുൽ വറഖിയയും കൊണ്ട് എവിടെ ചെന്ന്? സിഞ്ചാബിനെയും കൂട്ടി വീട്ടിൽ ചെന്ന്. അപ്പൊ അബു ചോദിച്ചു, അബുവിനോട് പറഞ്ഞു ഹാദിഫ് അസ്സലാമു അലൈക്കും. അപ്പം അബു എന്ത് പറഞ്ഞു? വഅലൈക്കും സലാം. അപ്പൊ ചോദിച്ചു മൻ ഹാദാ? ഇതാരാ നിന്റെ കൂടെ ഉള്ളത്? ഇതാരാ ഹാദിഫേ? അപ്പൊ ഹാദിഫ് എന്താ പറഞ്ഞത്? ഹുവ സ്വദീഖി. ഹുവ സ്വദീഖി. എന്താ സ്വദീഖ്? എന്റെ ഫ്രണ്ടാണ് സ്വദീഖ്. നിങ്ങൾക്ക് സ്വദീഖില്ലേ? നിങ്ങളെ ബെഞ്ചിന്റെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന നിങ്ങളെ ക്ലാസ്സിലുള്ള എല്ലാവരും നിങ്ങളെ സ്വദീഖല്ലേ? അപ്പൊ സ്വദീഖ് എന്ന് പറഞ്ഞ ഫ്രണ്ട്. നമുക്കെല്ലാം ഫ്രണ്ട് ഉണ്ടല്ലേ? എത്ര സ്വദീഖ് ഉണ്ട് നമുക്ക്, എത്ര കൂട്ടുകാരുണ്ട്. അപ്പം ഹാദിഫ് പറഞ്ഞു അതാ സ്വദീഖി, ഇതെന്റെ ഫ്രണ്ടാണ് വാപ്പിച്ചേ. അപ്പോ അബു ചോദിച്ചു തഫല്ലൽ തഫല്ലൽ, കേറി വരൂ കേറി വരൂ, കമോൺ കേറി വരൂ തഫല്ലൽ. അപ്പൊ എന്താ പറഞ്ഞ സിഞ്ചാബ്? എന്താ പറഞ്ഞിട്ടുണ്ടാവുക? സിഞ്ചാബ് എന്തോന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നുള്ളത് നിങ്ങള് കണ്ടുപിടിക്കണം, അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അപ്പോ ഈ പാഠഭാഗത്തില് നമുക്ക് അങ്ങനത്തെ ഉപചാര വാക്കുകളാണ് പഠിക്കാൻ. അറബിയിൽ പറയാ കലിമത്തു തഹ്ദീബിയാണ്. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ എന്ത് പറയണം, തിരിച്ചു മറുപടി എന്ത് പറയണം, രാവിലെ സാറെ കാണുമ്പോൾ എന്ത് പറയണം, സാറ് തിരിച്ചെന്ത് പറയണം, ഇങ്ങനെയുള്ള ഒരുപാട് ഉപചാര വാക്കുകൾ അതാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത്. അതിന്റെ മുമ്പ് നിങ്ങളോട് ഞാൻ ത്വായിറത്തുൽ വറഖിയ ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു. അതിന്റെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ അയച്ചു തന്നിരുന്നു. നിങ്ങളെല്ലാവരും ത്വായിറത്തുൽ വറഖിയ ഉണ്ടാക്കണം. എന്നിട്ട് അതിങ്ങനെ മുറ്റത്തൂടെ പറപ്പിക്കണം. ഇപ്പം മഴ അതിനെ കൊണ്ട് മത്രായനെ കൊണ്ട് പറപ്പിക്കാനാവില്ല.
അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, എവിടെയെങ്കിലൊക്കെ തൂക്കിയിട്ടിട്ട് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് സാറിന് അയച്ചു തരണം. ഏറ്റവും നല്ല ത്വായിറത്തുൽ വറഖിയ ഉണ്ടാക്കുന്ന കുട്ടിക്ക് എന്ത് കിട്ടും? സമ്മാനം കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഉപചാര വാക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പഠിക്കാം. സ്വബാഹുൽ ഖൈർ, സ്വബാഉൻ നൂർ, മസാഉൽ ഖൈർ, മസാഉൻ നൂർ, ശുക്രൻ, അഫ്വൻ. അതുപോലെ ഹൽ തുസായിദുനി, മാഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ കലിമത്ത് തഹ്ദീബിയിൽ പെടുന്നതാണ്. അതെല്ലാം കുട്ടികൾ പഠിക്കുക. ഇത് നോക്കിയിട്ട് നിങ്ങളെ പേജ് 13 പൂരിപ്പിക്കുക. അതാണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ വർക്ക്. സിഞ്ചാബി കൊടുത്ത് ജ്യൂസെല്ലാം കൊടുത്തിട്ട് എന്താ കൊടുത്തത് അറിയങ്ങള്? പേരയ്ക്ക കൊടുത്ത് ജുവാഫ, നല്ല ജുവാഫ ഒരു പാക്കിലാക്കിയിട്ട് ആദ്യം ജ്യൂസ് അടിച്ചു കൊടുത്തു. പിന്നെ ഒരു പാക്കിലാക്കിയിട്ട് സിഞ്ചാബിന് വീട്ടിൽ കൊണ്ടാകാൻ വേണ്ടിയിട്ട് ഹാദിഫിന്റെ അബു നല്ലൊരു പാക്കിലാക്കിയിട്ട് ഒരു കീസിലാക്കിയിട്ട് സിഞ്ചാബിനോട് പറഞ്ഞു, സിഞ്ചാബെ ഇതും കൊണ്ട് വീട്ടിൽ പോയി നിന്റെ മക്കൾക്കും ഒക്കെ കൊടുത്തോ. സിഞ്ചാബ് സന്തോഷത്തോടു കൂടി ഇങ്ങനെ പോവാ. അപ്പം ഹാദിഫ് പറഞ്ഞു, പോകല്ല, നമുക്ക് ഒരു പാട്ട് പാടി കളിക്കാം. അങ്ങനെ ഹാദിഫും ഹാദിഫിന്റെ കൂട്ടുകാരും ഹാദിഫിന്റെ പെങ്ങളും എല്ലാവരും കൂടിയോ മുറ്റത്തുനിന്ന് നമ്മുടെ ത്വായിറത്തുൽ വറഖിയ എടുത്ത് ഹാദിഫിനെ സഹായിച്ച സിഞ്ചാബിന് നല്ലൊരു പാട്ട് പാടിക്കൊടുത്തു. ആ പാട്ട് കേൾക്കണ്ട നിങ്ങൾ കേട്ടോളി. هيا هيا سنجابي أنت صديقي سنجابي هيا هيا سنجابي أنت صديقي سنجابي ناكل معجا سنجابي نلعب دوما سنجابي ناكل معجا سنجابي نلعب دوما سنجابي هيا هيا سنجابي أنت حبيبي سنجابي هيا هيا سنجابي أنت حبيبي سنجابي ناكل موزا سنجابي نفرح دوما سنجابي ناكل موزا سنجابي نفرح دوما سنجابي هيا هيا سنجابي أنت صديقي سنجابي هيا هيا سنجابي أنت صديقي سنجابي ناكل معجا سنجابي نلعب دوما سنجابي ناكل معجا سنجابي نلعب دوما سنجابي هيا هيا سنجابي أنت حبيبي سنجابي هيا هيا سنجابي أنت حبيبي سنجابي ناكل موزا سنجابي نفرح دوما سنجابي ناكل موزا سنجابي نفرح دوما سنجابي